മച്ചാ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു. എപ്പോ സംഘടിപ്പിച്ച് അമ്മമ്മക്ക് കൊടുത്തു. അമ്മ ഇതെന്താ ഫുഡാ? ആ ഓക്കെ ടാറ്റ. അമ്മ വരട്ടോ, അമ്മയുടെ കുട്ടി പൊക്കോട്ടോ. ഐ ലവ് യു. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് അമ്മയുടെ അച്ഛൻ്റെയും 41ാമത്തെ വിവാഹ വാർഷികമാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ കുട്ടികൾ അച്ഛന് ഗിഫ്റ്റ് കൊടുത്തു. അപ്പോൾ അമ്മ കുളിക്കുകയായിരുന്നു. അപ്പോൾ അമ്മയുടെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ശരിക്കും സർപ്രൈസ് ആയിട്ടാണ് ഞങ്ങളത് കൊടുത്തിട്ടുള്ളത്. ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറിയുടെ ഡേറ്റ് രണ്ടുപേരും ഒപ്പം ഉണ്ടാവാറില്ല. അച്ഛൻ പുറത്തായത് കാരണം തന്നെ വെഡിങ് ആനിവേഴ്സറി ഒന്നും അങ്ങനെ ആഘോഷിക്കാറില്ല. അപ്പോൾ ഇന്ന് രണ്ടുപേരും ഒപ്പമുണ്ട്. അപ്പോൾ നമ്മൾ വെക്കേഷൻ ആയത് കാരണം തന്നെ എല്ലാവർക്കും കൂടാനും പറ്റി. അത് കാരണം ഞങ്ങൾ ഇത്തവണ ചെറിയ രീതിയിൽ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാമെന്ന് കരുതിയിട്ടോ. അപ്പോൾ സർപ്രൈസ് ആയിട്ടൊരു സാരി വാങ്ങി, അതുപോലെ അച്ഛന് മുണ്ടും ഷർട്ടും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് സർപ്രൈസ് ആയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അമ്മു നന്ദും കൂടിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അച്ഛൻ ശരിക്കും ഇതെപ്പോൾ വാങ്ങി എന്താണെന്നൊന്നും അച്ഛൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ വൈകിട്ട് ഇവർ പുറത്ത് പോയിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞാനും സായനും പോയിട്ടാണ് ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്നത്. എന്നിട്ടത് മുകളിൽ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു റൂമിൽ. പിന്നെ രാവിലെ ആകുമ്പോഴാണ് അവരത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അച്ഛനും ഷർട്ടൊക്കെ ഇട്ടിട്ട് അമ്പലത്തിലൊക്കെ പോയി. അമ്മയും കൂടി ഉണ്ടായിരുന്നു. അമ്മ സാരി ഉടുത്തില്ല, കാരണം ബ്ലൗസൊന്നും റെഡിയല്ലല്ലോ. എന്നാലും പുതിയ സാരിയൊക്കെ എടുത്തിട്ട് രണ്ടുപേരും അമ്പലത്തിലൊക്കെ പോയി. ഇതൊക്കെയാണ് കേട്ടോ അവരുടെ വെഡ്ഡിങ് ഫോട്ടോസ്. അതായത് പണ്ട് കാലത്തെ കല്യാണത്തിൻ്റെ ഫോട്ടോസാണ്. അപ്പോൾ നമ്മളതിൽ ഇപ്പോൾ ഉള്ളത് ഇതൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ അന്നത്തെ കല്യാണങ്ങൾ കണ്ടില്ലേ, ശരിക്കും നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്നിട്ടുള്ള ഒരു നല്ല രസമുള്ള ഒരു ആൽബമാണ് കേട്ടോ ഇത് കാണാൻ. അപ്പോൾ അച്ഛനും അമ്മയും അതുപോലെ തന്നെ അമ്മായി, അത് ആ കാണുന്നതാണ് കേട്ടോ അമ്മമ്മ, അതുപോലെ അമ്മയുടെ അനിയത്തി, അങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ ഇതിൽ. അതാണ് അമ്മമ്മ, അതുപോലെ അത് വല്യമ്മ, അങ്ങനെ കുറച്ച് പേരൊക്കെ നമുക്കിതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഏറ്റവും ചെറിയ മാമനാണ് കേട്ടോ അമ്മമ്മയുടെ കയ്യിലുള്ളത്. അതുപോലെ ഇത് മേമയാണ്. അങ്ങനെ കുറച്ച് പേരൊക്കെ എനിക്കിതൊന്ന് കണ്ടാൽ മനസ്സിലാവുന്നുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ഞാൻ അതിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഫോട്ടോസ് അത്ര പണ്ടത്തെ എന്താ പറയുക കല്യാണങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. എന്താ പറയുക, കല്യാണ പെണ്ണ് തല പൊക്കൊന്നുമില്ല, അത്രയും തല താഴ്ത്തിയിട്ടാവും എന്താ പറയുക കല്യാണത്തിന് ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ ആ സെയിം എന്താ പറയുക രീതിയിലുള്ള കല്യാണ ഫോട്ടോസ് തന്നെയാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, അതാണ് എൻ്റെ മാമനാണ് കേട്ടോ, സുന്ദര മാമനാണ്, അച്ചച്ചനാണ് അപ്പുറത്തുള്ളത്. അങ്ങനെ എല്ലാവരും ഉണ്ട് നമ്മുടെ കല്യാണ ഫോട്ടോയിൽ. പിന്നെ കല്യാണത്തിൻ്റെ ഒരുപാട് ഫോട്ടോസൊന്നുമില്ല. ഇപ്പം എനിക്ക് ഒന്ന് നോക്കിയപ്പോൾ കിട്ടിയത് ഇത്രയും ഫോട്ടോസാണ്. ഒരാൽബമാണ് ഉള്ളത്. അപ്പോൾ അതിലുള്ള ഫോട്ടോസാണ് കേട്ടോ ഇതിലുള്ളത്. പിന്നെ ഇപ്പോഴത്തെ പോലെ എന്താ പറയുക കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. കിട്ടുന്ന കുറച്ച് ക്ലിപ്പ് എടുക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ. പിന്നെ ഈ നിൽക്കുന്നത് എൻ്റെ അമ്മായിയാണ് കേട്ടോ. അപ്പോൾ അമ്മായിയും അതുപോലെ തന്നെ അച്ഛനും അമ്മയും അങ്ങനെ എല്ലാവരുടെയും ഫോട്ടോസ്, കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പഴയ ഫോട്ടോസാണ് അതൊക്കെ. അങ്ങനെ ചേച്ചി ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം ഞങ്ങൾ ചെറിയൊരു പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കേക്ക് കട്ടിങ്ങും അതുപോലെ തന്നെ കുറച്ച് ഫുഡും അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ കാശ് എത്തിയിട്ടുണ്ട്, ചേച്ചി എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും എത്തി. സായിട്ടിന് എത്തിയിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ വന്നത് ആൾ. അപ്പോൾ കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഫുഡ് ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു കേക്ക് മുറി ആഘോഷങ്ങൾ എല്ലാം ഞങ്ങൾ നടത്തി. എന്തായാലും ഒരുപാട് നാൾ, അതായത് ഇതുവരെ അങ്ങനെ ഒരു ഈ രീതിയിലുള്ള ഒരു സെലിബ്രേഷനൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു വെഡിങ് ആനിവേഴ്സറി ഞങ്ങൾ ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്തു. അപ്പൂസ് ഓൺലൈനിൽ ഉണ്ടായിരുന്നു കേട്ടോ.
നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു, മംഗളാശംസകളൊക്കെ തന്നെയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ അപ്പേപ്പൻ വന്നത്. അപ്പോൾ ആളും ഉണ്ടായിരുന്നു നമ്മളുടെ ആഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ആൾ കേക്കൊന്നും കഴിക്കില്ല, അതിൽ ചെറീസ് മാത്രം എടുത്ത് കഴിച്ചു കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മും നന്ദും കൂടിയിട്ട് വീണ്ടും ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഒരു സർപ്രൈസ് ഗിഫ്റ്റ് തന്നെയായിരുന്നു അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് തുറക്കുമ്പോൾ കാണാമല്ലോ. ഇതൊന്നുമല്ല, അവരുടെ ഫോട്ടോസാണ് കേട്ടോ. കല്യാണത്തിൻ്റെ ഫോട്ടോസും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഫോട്ടോസും കൂടിയുള്ള ഒരു ഫ്രെയിമാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും ശരിക്കും സർപ്രൈസിങ് ആയി. രാവിലെ നമ്മൾ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതും സർപ്രൈസ് തന്നെ ആയിരുന്നു. അപ്പോൾ എന്തായാലും നല്ലൊരു വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. 41 ഇയേഴ്സ് ഓഫ് ടുഗെദർനെസ് എന്ന് വേണം പറയാൻ. അപ്പോൾ അതൊക്കെയായിരുന്നു. അപ്പോൾ എന്തായാലും കേക്ക് മുറിച്ചതും അതുപോലെ തന്നെ ഗിഫ്റ്റുകൾ കിട്ടിയതും മൊത്തത്തിൽ നല്ല സന്തോഷമായിരുന്നു. ഞങ്ങൾ വൈകുന്നേരം ഫുഡൊക്കെ കഴിച്ചു. ഇന്ന് നെയ്ച്ചോറും അതുപോലെ ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ ഈ ഫോട്ടോസൊക്കെ എവിടെ നിന്ന് തപ്പി പിടിച്ചതെന്നുള്ളതാണ് ഇവർക്ക് സംശയം. നമ്മൾ തപ്പാത്ത സ്ഥലങ്ങളുണ്ടോ? അപ്പോൾ നമ്മളെല്ലാം തപ്പി തിരഞ്ഞെടുത്ത് അങ്ങനെ ഫോട്ടോസൊക്കെ സെറ്റാക്കി. അങ്ങനെ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റ ബൈ. ക്രിസ്മസ് അപ്പൂപ്പൻ